അൻവർ കണ്ട ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? കള്ളക്കടത്ത് പൊന്നു കടത്തുകാരെ പിടിക്കണ്ടേ? അദ്ദേഹം TV ചാനലിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഓഡിയോ കാണിച്ചു. ഒരു കാരിയറിൻ്റെ ഫോട്ടോ, ഒരാൾ ഇരിക്കുന്ന ഒരു കുട്ടിയായിട്ട്. കാരിയറെ കയ്യിൽ നിന്ന് പോലീസ് പണ്ടം പിടിച്ചുകൊണ്ടേയി, ആ സ്വർണം പിടിച്ചുകൊണ്ടേയി, തിരിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം കാരിയർക്ക് തിരിച്ചു കൊടുക്കണം എന്നാണോ അൻവറിൻ്റെ വാദം? കൊണ്ടുവന്ന കള്ളന് തിരിച്ചു കൊടുത്താൽ അത് പിന്നെ അൻവറിൻ്റെ വീട്ടിലെത്തും എന്നല്ലേ എൻ്റെ അർത്ഥം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മിഞ്ഞാന്ന് പറഞ്ഞു, 5 കൊല്ലം കൊണ്ട് 150 കിലോ സ്വർണവും 123 കോടി ഉറുപ്പിക ഹവാല പണവും നമ്മുടെ ഈ കോഴിക്കോട് വിമാനത്താവളം വഴി വന്നു. കോഴിക്കോട് എന്ന് പേര് മാത്രമുള്ള വിമാനത്താവളം മലപ്പുറത്താണ്. അതുകൊണ്ട് മലപ്പുറത്താണ് ഈ കള്ളന്മാർ ഇത് പറഞ്ഞു പോയി. അപ്പുറത്തിന് ഈ കയറി ചാടി. മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മൂത്താപ്പാൻ്റെ സമ്പത്താണോ മലപ്പുറം? മലപ്പുറം തന്നെ ജില്ല ഉണ്ടാക്കിയത് EMS ഇപ്പോൾ സഖാവ് പറഞ്ഞ ഞങ്ങൾ കേട്ടില്ലേ? മലപ്പുറം എന്ന് പറയുമ്പോഴത്തേനും ഇവർക്ക് എന്തോ പറ്റിയ മാതിരി, ഇവരെ തറവാട്ട് സ്വത്തിൻ്റെ മാതിരി. അപ്പം അതിൽ തന്നെ ഉണ്ടാകുന്ന ആ വികാരം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? കോഴിക്കോട് വിമാനത്താവളം മലപ്പുറത്താണ്, മലപ്പുറം ജില്ലയിലാണ്. ആ ജില്ല വഴിക്കാണ് 150 കിലോ സ്വർണ്ണം 5 കൊല്ലം കൊണ്ട് കൊണ്ടുവന്നത്. ഇന്നലെ ഒരാൾ സ്വർണം കടത്തി കൊണ്ടുവന്നിട്ടുള്ള അതിൻ്റെ ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട്. ഞാൻ അപ്പോൾ ചിത്രീകരിച്ച് കാണിച്ചു തരാൻ വേണ്ടി കിടന്നില്ല. 60 ലക്ഷം ഉറുപ്പിക വില വരുന്ന 1677 ഗ്രാം സ്വർണമാണ് കടത്തിയത്. ആരാണ് കടത്തിയതെന്നറിയോ? അതാ രസം. മുനീർ ബാബു, KMCC, മുബീർ ബാബു, ഫൈസി സഖാഫി വഖാഫി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ലേ? നമ്മളെ മുസ്ലിയറാണ് ഫൈസി. മുനീർ ബാബു ഫൈസിയാണ്. അതും മുസ്ലിം ലീഗിൻ്റെ വിദേശത്തുള്ള സംഘടനയായ KMCCയുടെ നേതാവ്. അയാൾ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് പറയാൻ ഈ പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കണമെന്നുണ്ട്. പടച്ച തമ്പുരാനെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇയാളെ കഴുത്ത് കടത്തിയിട്ട് ആ സാധനം വലിച്ചെടുക്കുന്ന ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ആര്? ഫൈസി. പറയാൻ പാടില്ല, ഓ ഇസ്ലാമായി പോയി. ആ മുസ്ലിയാരാണേ. മുനീർ ഫൈസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇന്നലെയാണ് ഈ സംഭവം. വലിച്ചിങ്ങനെ എടുക്കുക. എത്ര? 60 ലക്ഷം ഉറുപ്പ്യ വില വരുന്ന 1677 ഗ്രാം സ്വർണം ഇവൻ്റെ പറയിപ്പിക്കണ പോലും. അപ്പം അതിൻ്റെ വലിപ്പം എന്താണ്? ഉരലാണത്. ഈ മാതിരി കള്ളന്മാരെ പിടിച്ചു പോലീസ് എന്നുള്ളതാണ് കുറ്റം. നമ്മൾ അൻവർ പറയാണ് 40ഓളം യുവാക്കളെ MDM എന്ന് പറയുന്ന മരുന്ന്, വികാരമുണ്ടാക്കുന്ന മരുന്ന് കട്ടുകൊണ്ട കുട്ടികളെ പിടിച്ചുകൊണ്ട് മരുന്ന് കൊണ്ട് തന്നെ പിടിക്കണ്ടേ? ഏത് മരുന്ന്? കള്ളിന് പകരം ഉപയോഗിക്കുന്ന മരുന്നാണ് കൊണ്ട് തന്നെ MDM. അത് പിടിച്ചത് തെറ്റായിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, മടിയും വന്നതുകൊണ്ട്. അത്ഭുതകരമായ ഒരു സംഭവമാണ്. അദ്ദേഹം നമ്മുടെ ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെ പറ്റി പറയാണ്, നിസ്കരിക്കാൻ സമ്മതിച്ചില്ല. ഇവരാരാ? ശേഖത്തുള്ളേ. നിസ്കാരം എന്താണെന്ന് അറിയോ ഇയാൾക്ക്? നിസ്കരിക്കാൻ സമ്മതിച്ചില്ല നമ്മുടെ സെക്രട്ടറി. ഞാൻ ചോദിക്കട്ടെ, 42 കൊല്ലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയായി തുടങ്ങി മെമ്പറായി സംസ്ഥാന കമ്മിറ്റി അംഗമായി ഞാൻ നിൽക്കുന്നു. 1982 ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നത്. 87 പാർട്ടി എന്നെ മന്ത്രിയാക്കിയത്. 88 പാർട്ടി മന്ത്രി എന്നുള്ള നിലക്കാണ് ഞാൻ മക്കത്ത് പോയി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചത്. എൻ്റെ പാർട്ടി പോകണ്ടെന്ന് പറഞ്ഞോ? അങ്ങനെ കഴിഞ്ഞ 10-40 കൊല്ലത്തിനിടയ്ക്ക് പല സന്ദർഭങ്ങളിലായി 9 പ്രാവശ്യം ഉംറ കഴിച്ച മെമ്പറാണ് ഞാൻ പാർട്ടിയിൽ. ഉംറ പാടില്ല എന്ന് പറഞ്ഞോ പാർട്ടി?
അൻവറിന് നിൽക്കാറ് കണ്ടപ്പോഴത്തിന് മോഹൻദാസിന് ബേജാറായി ഇവനെങ്ങാനും പൊന്തിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഈ എന്തൊരു കഷ്ടപ്പാട്. വേറെ എന്ത് കുറ്റം പറഞ്ഞോ, വർഗീയവാദം മോഹൻദാസിനെ പറ്റി പറയാൻ പാടില്ലോ. അയാൾ ഏത് മോഹൻദാസ് പറഞ്ഞു? ഇനി അതുമല്ല, എവിടുന്നാണ് മോഹൻ പറഞ്ഞത്? പാർട്ടി ഓഫീസിൽ, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അൻവർ വരാറില്ല. പിന്നെ ഇവ നിസ്കരിക്കാൻ പറഞ്ഞ പള്ളിയിൽ മോഹൻദാസ് കയറിയിട്ടാണോ പറയുന്നത്? പള്ളിയിൽ അല്ലാഹു ഒക്കെ പറഞ്ഞു വേണ്ട നിസ്കരിക്കണ്ട മോഹൻദാസ്. അൻവറെ, വിവരല്ലെങ്കിൽ ഇല്ല എന്നുള്ള ബോധമെങ്കിലും വേണം. ഈ തരത്തിൽ ആളുകളെ കളിയാക്കണം, ഈ തരത്തിൽ അപമാനിക്കരുത് ജനങ്ങളെ. ഇദ്ദേഹത്തെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഇങ്ങനെ വന്നുപോയി. ഞാൻ 25 കൊല്ലം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി പ്രവർത്തിച്ച് കുറ്റമില്ലാതെ പ്രവർത്തിച്ചിട്ടാണ് ഞാനത് വിട്ടുപോകുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു, INTUCയുടെ താലൂക്ക് വൈസ് പ്രസിഡൻ്റായിരുന്നു, 18 കൊല്ലം KPCC മെമ്പറാണ് ഞാൻ, 4 കൊല്ലം DCC പ്രസിഡൻ്റാണ്. എന്തെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടോ പാർട്ടിക്ക്? ഞാൻ പോന്നിട്ട് എന്നെ പുറത്താക്കിയെന്ന് കോൺഗ്രസ് പറഞ്ഞിക്കണോ? ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞിക്കണോ? അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ വേണമെങ്കിൽ ആണ് കയറാമെന്ന്. ഞാൻ എന്നെ പുറത്താക്കിയിട്ടില്ല. അങ്ങനെയാണ് ഇത്. ഈ അൻവർ ഇവിടെ മെമ്പർഷിപ്പ് ഇവിടെ മത്സരിക്കുന്നതിന് മുമ്പ് ഏത് പ്രവർത്തനമാണ് നടത്തിയത്? ഏത് പാർട്ടിയിലാണ് ഉണ്ടായിരുന്നത്? അതൊന്നും പിന്നെ കൊണ്ട് പറയിക്കേണ്ട വേറെ ദുഃഖകരമായ പല സംഗതിയും പറയാനുണ്ട്. അതൊരബദ്ധം പറ്റി എന്ന് വേണമെങ്കിൽ പറയാം.